അതെ, നല്ല കുഞ്ഞു മത്തി കിട്ടിയിട്ടുണ്ട്, അച്ചാറിട്ടാലോ? ഇതൊന്ന് ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ കടയിലെ ചേട്ടന് എങ്ങും ഇല്ലാത്തത്ര തിരക്ക്. അവസാനം ഞാൻ ഒരു 1/2 കിലോ മത്തി വാങ്ങിച്ചോണ്ടെങ്കിൽ പോന്നു. ഒരുപാട് നന്നാക്കാൻ മടിയാണേ, കാരണം എപ്പോഴും ക്ലീൻ ചെയ്താണല്ലോ നമ്മൾ വാങ്ങാറ്. അങ്ങനെ 1/2 കിലോ മത്തി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് സമയമൊക്കെ എടുത്തു, സ്പീഡ് കുറവാണ്. ഇനി നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് പച്ച കുരുമുളക്, മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, 2 കതിർപ്പ് കരിവേപ്പില, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വാട്ടർ ചേർത്ത് അരച്ചോട്ടോ, ഇല്ലെങ്കിൽ അരയില്ല. ഇനി നമുക്ക് ഈ അരപ്പ് മത്തിയിൽ നന്നായിട്ട് ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം. എന്നിട്ട് ഒരു 1/2 അവർ മാരിനേറ്റ് ചെയ്യാൻ വെക്കണേ. അപ്പോൾ ഈ മസാലയൊക്കെ നല്ലപോലെ ഈ മത്തിയിലേക്ക് പിടിക്കത്തുള്ളൂ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് ഇത് വറക്കാൻ വയ്ക്കാം. അപ്പോൾ നല്ലെണ്ണ ചേർത്താൽ കുറേ നാൾ, ഒരു 6 മന്ത്സൊക്കെ ഇത് കേടാവാതിരിക്കും. പെട്ടെന്ന് കഴിച്ച് തീർക്കുന്നവരാണെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പം ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചൂടായ നല്ലെണ്ണയിലേക്ക് നമുക്ക് മത്തിക്കുഞ്ഞുങ്ങളെ ഓരോന്നായിട്ട് പറക്കി അങ്ങോട്ട് ഇടാം. നല്ല പോലെ ഫ്രൈ ആവണം, എന്നാലാണ് ഇത് കുറച്ച് നാളെങ്കിലും ഇരിക്കത്തുള്ളൂ. അധികം ഫ്രൈ കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായിപ്പോകും കേട്ടോ. എണ്ണയൊക്കെ ചൂടായി പുകയൊക്കെ വന്നു, അതുപോലെ നമ്മൾ അതിനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഫിഷും കൂടി അതിനകത്തിട്ട് വറക്കാം. അങ്ങനെ നമ്മൾ 1/2 കിലോ മത്തി എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരും 1 കിലോ 2 കിലോ ഒക്കെ ആണ്ടോ മത്തി അച്ചാറുണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഒരു പാനിലേക്ക് നേരത്തെ വറുത്ത് വെച്ച എണ്ണയില്ലേ, മീൻ വറുത്തേ, ആ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് കടുക്, ഒരു വലിയ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി, വലിയ ടേബിൾ സ്പൂൺ 2-3 പച്ചമുളക് കൊത്തിയരിഞ്ഞത്, 2 കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം, കരിഞ്ഞു പോലെ കേട്ടോ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. നല്ല സിമ്മിൽ വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പൊടിയെല്ലാം കൂടി കരിഞ്ഞു പോകും. കുറച്ചുകൂടി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഈ മസാലകളെല്ലാം ആഡ് ചെയ്തത്. അപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് വറുത്ത് വെച്ച മത്തി അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മത്തി അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തന്നെ കഴിക്കല്ലോ കേട്ടോ. ഫിഷിലേക്ക് മസാല ഒന്നും പിടിക്കത്തില്ല. ഒരു ദിവസം വച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒരു കൂട്ടാനും ഇല്ലാത്തപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്ക് നോൺ വെജ് വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഇടയ്ക്കെടുത്ത് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.